വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. LP-UP ഇൻ്റർവ്യൂവിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സീരീസിലേക്ക് എവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസ് PTA ആണ്. CPTA പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരമൊരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്തത്. തീർച്ചയായിട്ടും എന്താണ് ക്ലാസ് PTA, അതിലെന്തെല്ലാം കാര്യങ്ങൾ അധ്യാപിക ചെയ്യണം, എന്തെല്ലാമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എത്ര നാളുകൾ കൂടുമ്പോഴാണ് ക്ലാസ് PTA കൂടേണ്ടത് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു വിഷയങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. സ്കൂളിലെ അതാത് ഡിവിഷനിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, ക്ലാസ് ടീച്ചർ, പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, ഇവർ ചേർന്നതാണ് ക്ലാസ് PTA. അതായത് ടീച്ചർ ഒന്നായിരിക്കണം എന്നില്ല. കാരണം അറബിക് പോലുള്ള വിഷയങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സും ഈ ക്ലാസ് PTAയിൽ അംഗങ്ങളാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും, വിദ്യാർത്ഥികളും, രക്ഷിതാക്കളും, പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, ഇവരാണ് അംഗങ്ങൾ. ക്ലാസ് PTA എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കൽ ചേരേണ്ടതാണ്. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ചേരണം. 1 മാസമാണ് സാധാരണയായിട്ട് പറയുന്നത്. എങ്കിൽ പോലും എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരണം. പ്രസ്തുത യോഗങ്ങളുടെ പ്രധാന ലക്ഷ്യം കുട്ടികളിലെ പഠന പുരോഗതി ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ്. അധ്യയന വർഷാരംഭത്തിൽ തുടങ്ങുന്ന ക്ലാസ് PTAയും പരീക്ഷയുടെ റിസൾട്ട് അറിയിക്കാൻ കൂടുന്ന ക്ലാസ് PTA യോഗവും വ്യത്യസ്ത രീതിയിലാണ് സംഘടിപ്പിക്കേണ്ടത്. സമയബന്ധിതമായിട്ടാണ് ക്ലാസ് PTA നടത്തേണ്ടത്. അത് ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. രക്ഷിതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ളത് ക്ലാസ് PTAയെ വ്യത്യസ്തമാക്കുന്നു. കുട്ടികളുടെ വ്യക്തിപരമായ ന്യൂനതകൾ യോഗത്തിൽ വിളിച്ചു പറയാതിരിക്കാൻ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും തികഞ്ഞ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മിക്കപ്പോഴും ടീച്ചേഴ്സായാലും ടീച്ചേഴ്സിനേക്കാൾ അധികമായിട്ട് പാരൻസാണ് അവരുടെ ക്ലാസ്സിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുട്ടികളുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അത് തീർച്ചയായിട്ടും അധ്യാപകരും പറയരുത്, രക്ഷിതാക്കളും പറയരുത്. കാരണം ബാക്കി എല്ലാ കുട്ടികളുടെയും പാരൻസും ഇത് കേൾക്കും. ക്ലാസ് PTA യോഗത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം കൂടുന്ന തീയതി, സമയം എന്നിവ മുൻകൂട്ടി കുട്ടികൾ വഴിയോ നേരിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതുവഴിയോ അറിയിക്കണം പാരൻസിന്. കുട്ടികൾക്ക് ചുമതല മുൻകൂട്ടി നിശ്ചയിച്ച് നൽകണം. യോഗത്തിന് മുന്നോടിയായിട്ട് വ്യക്തമായിട്ടുള്ളൊരു കാര്യപരിപാടി ക്ലാസ് ടീച്ചർ കുട്ടികളുടെ സഹായത്തോടെ തയ്യാറാക്കണം. മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികളുടെ സഹകരണത്തോടെ ആയിരിക്കണം ടീച്ചർ അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥന, അതുപോലെ അവസാനം ദേശീയഗാനം, അതിനിടയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, കുട്ടികളുടെ ഏതെങ്കിലും ഒരു പ്രകടനം, ഒരു കലാപരിപാടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുട്ടികളുടെ സഹകരണത്തോടെ ടീച്ചർക്ക് ചെയ്യാവുന്നതാണ്. ക്ലാസ് PTA യോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ കാര്യപരിപാടിയുടെ ഏകദേശ രൂപം ഞാൻ പറയാം. സ്വാഗതം വേണം. രക്ഷിതാക്കൾ അറിയാനുള്ള പൊതുനിർദ്ദേശങ്ങൾ ടീച്ചർ പറയണം. കുട്ടികൾക്ക് ലഭിക്കേണ്ട പഠന നേട്ടങ്ങളുടെ അവതരണം ആവശ്യമാണ്. പഠനാനുഭവ വിശദീകരണം, കുട്ടികളുടെ മികവുകളുടെ അവതരണം, പഠന നേട്ടവുമായി ബന്ധപ്പെട്ട മികവുകളായിരിക്കണം അതിൻ്റെ അവതരണം. രക്ഷിതാക്കളുടെ അഭിപ്രായം ടീച്ചേഴ്സ് കേൾക്കാൻ റെഡിയാകണം. അതുപോലെ തന്നെ അതിനെ തുടർന്നൊരു ചർച്ച, ലാസ്റ്റ് ടീച്ചറുടെ ക്രോഡീകരണം, തുടർ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ആസൂത്രണം. ഇതെല്ലാമാണ് ഒരു ക്ലാസ് PTAയിൽ വേണ്ടത്. തീർച്ചയായും ക്ലാസ് ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം തന്നെ ക്ലാസ് ടീച്ചർ പേരൻസ് അവർ സമയം ഉണ്ടാക്കി വരികയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സമയ ക്ലിപ്തതയിൽ തന്നെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ മുന്നൊരുക്കങ്ങളും വ്യക്തമായി നടത്തി കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകാതെ കൃത്യമായിട്ട് നമുക്ക് ക്ലാസ് PTA ചെയ്യാവുന്നതാണ്. ഇത്രയെല്ലാമാണ് ക്ലാസ് PTA പറ്റിയിട്ട് നമുക്ക് ചോദിക്കുമ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇത് പല ചോദ്യങ്ങളായിട്ടാണ് ചോദിച്ചത്.
വ്യത്യസ്ത വ്യക്തികളോട് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനോട് വ്യത്യസ്ത ചോദ്യങ്ങളാണ് ക്ലാസ് PTയെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എത്ര നാൾ കൂടുമ്പോഴാണ് ഇത് ചേരേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ കുട്ടികളുടെ പങ്കാളിത്തം എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത ചോദ്യങ്ങളായിട്ടാണ് ഇതിനെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഞാനിത് ഒരുമിച്ച് ഉത്തരം പറഞ്ഞു എന്ന് മാത്രം. ഏവർക്കും യൂസ്ഫുള്ളായി എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നന്ദി.